എന്താമേ നിനക്ക് എപ്പോഴും താടി മിനുക്കൊക്കെ ഉള്ള ജോലി? പോസ്റ്റ്മാന്റെ ലെറ്റർ ഉണ്ടോ? അത് പൊട്ടിച്ച് വായിച്ചു നോക്ക്. നോക്കട്ടെ. അമ്മ എനിക്ക് ഇൻഫോ പാർക്ക് ജോലി കിട്ടി. ഉള്ളതാണോ മോനെ? ആണമ്മ ഇതാ നോക്ക്. മോനെ, എന്തായാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട്. ആണമ്മേ, ഇനി അമ്മ ജോലിക്കൊന്നും പോണ്ട. ഇനി ഈ കുടുംബം ഞാൻ നോക്കും. എന്നാ നിനക്ക് ജോയിൻ ചെയ്യേണ്ടത്? തിങ്കളാഴ്ച. സോ ഓൾ ദ ബെസ്റ്റ് സുബിൻ. ഐശ്വര്യമായിട്ട് ജോയിൻ ചെയ്തു. താങ്ക് യു സാർ. ആ സുബിൻ, എന്താ സാർ? പിന്നെ ഇതുപോലൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഗ്രൂമിങ് സ്റ്റാൻഡേർഡൊക്കെ ഇല്ലേ? എന്ത് പറ്റി സാർ? അല്ല, താൻ ജോയിൻ ചെയ്യാമെന്ന തൻ്റെ രീതിയെക്കുറിച്ച് പറഞ്ഞാൽ എന്ത് ഓടെ ഇത്? മുടിയും വളർത്തി താടിയും വളർത്തി. സോറി സാർ, നാളെ വരുമ്പോഴത്തേക്ക് ഞാൻ മുടിയൊക്കെ ഇട്ടിട്ട് വരും സാർ. ഡോ, മുടി മാത്രമല്ലടോ, തൻ്റെ താടിയും ക്ലീൻ ഷേവ് ചെയ്തിട്ട് വരണം. ഓക്കെ സാർ. സാർ എന്തോടെ താൻ പോയില്ല? സാർ പറയണത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, പട്ടിണി കിടന്നിട്ടാലും ശരി തന്നെ. ഇത് ഈ താടിയുണ്ടോ, ഇത് പഠിച്ചിട്ട് ഒരു ജോലിക്കും പോകാറില്ല. അതിന് എത്ര ശമ്പളം തരാമെന്ന് പറഞ്ഞാലും ശരി തന്നെ. എന്തായാലും എനിക്ക് ജോലി വേണ്ട. സാറത് വേറെ ആർക്കെങ്കിലും കൊടുത്തു. ബെറ്റർ സാറേ.